വീഡിയോയിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +1 ബോട്ടണിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കിങ്ഡം പ്ലാന്റ്. പ്ലാന്റ് കിങ്ഡത്തെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കാരണം കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, പ്ലാന്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് നമുക്കറിയാം പ്ലാന്റ്സ് ആണ്, അല്ലേ? ദേ ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ബഹുകോശ ജീവികളാണ്, അല്ലേ? ദേ കണ്ടെയ്ൻ മോർ ദാൻ വൺ സെൽസ്. ദെൻ ദേ ആർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആണ് അതിൽ വരുന്നത്. അവ എന്താണ്? യൂകാരിയോട്ടിക് ആണ്. യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കണ്ടെയ്ൻ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ കിങ്ഡം മൊനേറ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ദേ ആർ പ്രോകാരിയോട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പ്ലാന്റ് കിങ്ഡത്തിൽ വരുമ്പോൾ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദേ ആർ യൂകാരിയോട്സ്. ദ നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ ഓട്ടോട്രോപ്സ് ബിക്കോസ് ദേ കണ്ടെയ്ൻ ക്ലോറോഫിൽ. അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഇവരിൽ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഓർഗാനിസംസിനെ നമുക്ക് എന്ത് പറയാം? ഓട്ടോട്രോപ്സ് എന്ന് പറയാം. They prepare their own food. Some are partially heterotrophs. Okay, some are partially heterotrophs. ഈ ഒരു പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ചില ഓർഗാനിസംസ്, അതായത് ചില പ്ലാന്റ്സ് ഹെറ്ററോട്രോപ്സ് ആണ്. അപ്പോൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they depend other organisms for their food. അതായത് ഫുഡിന് വേണ്ടി മറ്റു ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവയാണ് നമുക്ക് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഭക്ഷണത്തിന് വേണ്ടി മറ്റു ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുക, അതായത് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവ് ഇല്ലാത്ത ഓർഗാനിസംസ് ഉണ്ട്, അവരെയാണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്, നെപ്പന്തസ്. നെപ്പന്തസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിക്ചർ പ്ലാന്റ്. ഓക്കെ, അതായത് ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഓക്കെ, ഈ ഒരു പ്ലാന്റിൽ ഒരു ലിഡ് ഉണ്ടായിരിക്കും. ഇൻസെക്റ്റ് അതിലേക്ക് അവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക പ്ലാന്റിൻ്റെ. അപ്പോൾ അതിനുള്ളിലേക്ക് ഇൻസെക്റ്റ് വഴുതി പെട്ടെന്ന് അതിലേക്ക് വീഴും. അങ്ങനെ ഇൻസെക്റ്റ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ലിഡ്, പുറമേയുള്ള ആ ഒരു ലിഡ് പെട്ടെന്ന് അടയും. ഓക്കെ, അപ്പോൾ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നെപ്പന്തസ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് പിക്ചർ പ്ലാന്റ്. ഓക്കെ, ദെൻ ലൊറാന്തസ്. ലൊറാന്തസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. ഓക്കെ, ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ മറ്റ് ചെടികളുടെ മേലെയൊക്കെ പറ്റിപ്പിടിച്ച് നിന്ന് അതിൻ്റെ ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്ത് ജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലൊറാന്തസ്. അപ്പോൾ ഇവിടെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കുന്ന രണ്ട് പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നെപ്പന്തസ് ആൻഡ് ലൊറാന്തസ്. നെപ്പന്തസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. ലൊറാന്തസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ് ആണ്. സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. അതായത് പ്ലാന്റ്സിൽ സെൽ വാൾ പ്രസന്റ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ദെൻ പ്ലാന്റ്സിനെ നമുക്ക് 5 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൽഗെ, ദെൻ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഓക്കെ, 5 ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇത്രയും ഗ്രൂപ്പ്സിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഇതിന്റെ പേര് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്ലാന്റ്സിനെ 5 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആൽഗെ, ദെൻ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ലൈഫ് സൈക്കിൾ ഹാസ് 2 phases. അതായത് പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ബർത്ത് ടു ഡെത്ത് വരെയുള്ള ആ ഇടയിൽ വരുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നതിൽ 2 ഫേസുകൾ കാണാൻ സാധിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് എ ഡിപ്ലോയിഡ് ഫേസ് ആൻഡ് സെക്കൻഡ് ഫേസ് ഇസ് എ ഹാപ്ലോയിഡ് ഫേസ്. Okay,
ഡിപ്ലോയിഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്പോറോഫൈറ്റിക് ഫേസ്. ഡിപ്ലോയിഡ് ഫേസ് എന്ന് പറയുമ്പോൾ സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഓക്കെ, ദെൻ second phase is a haploid phase and it is called as gametophytic phase. അതായത് സെക്കൻഡ് ഫേസിനെ എന്ത് പറയാം? ഹാപ്ലോയിഡ് ഫേസ് ആണെന്ന് പറയാം. അതിനെ ഗാമിറ്റോഫൈറ്റിക് ഫേസ് എന്നുകൂടി പറയും. അപ്പോൾ ആദ്യം പ്ലാന്റ്സിൽ കാണുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫേസ് ആണ്. പിന്നെ അതിൽ മെച്ചുറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമീറ്റ്സ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫേസിനെയാണ് ഹാപ്ലോയിഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫേസും പ്ലാന്റ്സിൽ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വരും. അത് നേരെ സ്പെറോഫൈറ്റിക് ഫേസ് ആവും, ദെൻ എഗെയിൻ ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആവും. ഇങ്ങനെ ഓരോന്നും ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. ഇതിനെ പറയുന്ന ഈ ഒരു ഫിനോമിനോണിനെ എന്ത് പറയാം? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയാം. ഓക്കെ, ദ സ്പോറോഫൈറ്റിക് ഫേസ് ഓൾട്ടർനേറ്റ്സ് വിത്ത് ഗാമിറ്റോഫൈറ്റിക് ഫേസ്. ഓക്കെ, അതായത് ഈ ഒരു സ്പോറോഫൈറ്റിക് ഫേസ് എന്തുമായിട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നു? ഗാമിറ്റോഫൈറ്റിക് ഫേസുമായിട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കിങ്ഡം ആനിമേലിയ. അപ്പോൾ ഇവിടെയും കിങ്ഡം ആനിമേലിയയെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. കാരണം നമുക്ക് സുവോളജിയിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ദേ ആർ ഹെറ്ററോട്രോപിക് ഓർഗാനിസംസ്. ആനിമേലിയയിൽ വരുന്നത് കിങ്ഡം ആനിമേലിയ എന്ന് പറയുമ്പോൾ അതിൽ ആനിമൽസ് ആണ് വരുന്നത്. ദേ ആർ ഹെറ്ററോട്രോപിക് ഓർഗാനിസംസ്. ദേ ഡിപ്പെൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. അതായത് ഹെറ്ററോട്രോപിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവില്ല. ഇവർ ഫുഡിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദേ ഡിപ്പെൻഡ് പ്ലാന്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ഫുഡ്. നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതായത് കിങ്ഡം ആനിമേലിയ എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നത് എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ദേ ലാക്ക് സെൽ വോൾ. അതായത് സെൽ വോൾ ഉണ്ടായിരിക്കില്ല. ആനിമൽ സെല്ലിന്റെ ഒരു പ്രത്യേകതയാണ് സെൽ വോൾ ആബ്സെന്റ് ആയിരിക്കും. പ്ലാന്റ്സിൽ എങ്ങനെയാ നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ വോൾ ഉണ്ട് അല്ലെ? സെല്ലോസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെൽ വോൾ പ്ലാന്റ്സിൽ പ്രസന്റ് ആണ്. But in the case of animals, cell wall is absent. Okay, ഇത് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. പ്ലാന്റ് സെല്ലിൽ എന്തുണ്ടായിരിക്കും? സെൽ വോൾ ഉണ്ടായിരിക്കും. ആനിമൽ സെല്ലിൽ സെൽ വോൾ ആബ്സെന്റ് ആയിരിക്കും. Digest food in an internal cavity and store food as glycogen and fat. അതായത് ആനിമൽസ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഒരു ഇന്റേണൽ കാവിറ്റിയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഈ ഒരു ഡൈജഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫുഡിന്റെ ഫൈനൽ പ്രൊഡക്ട്സ് ഗ്ലൈക്കോജൻ ആയിട്ടോ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടോ ഒക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ദേ ഡൈജസ്റ്റ് ഫുഡ് ഇൻ എൻ ഇന്റേണൽ കാവിറ്റി ആൻഡ് സ്റ്റോർ ഫുഡ് ആസ് glycogen and fat. The next point, they show holozoic nutrition. They show holozoic nutrition. Holozoic nutrition എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങുന്ന രീതിയിൽ, അതായത് ഭക്ഷണം വിഴുങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻജക്ഷൻ ആണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അത്തരം ന്യൂട്രീഷനെയാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദേ ആർ കാപ്പബിൾ ഓഫ് ലോക്കമോഷൻ. ലോക്കമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ലോക്കമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആനിമൽസിന് എന്തിനുള്ള കഴിവുണ്ട്? ലോക്കമോഷനുള്ള കഴിവ് ഉണ്ട്. ഹയർ ഫോംസ് ഷോ sensory and neuromotor mechanisms. Higher forms show sensory and neuromotor mechanisms and they reproduce by sexual means. അതായത് ആനിമൽസിൽ കാണുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കിങ്ഡം ആനിമേലിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സുവോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ RH വിറ്റാഗറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാത്ത ചില ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അത്തരം ഓർഗാനിസംസിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ആ ഓർഗാനിസംസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വൈറസ്, ദെൻ വൈറോയിഡ്സ്, തേർഡ് വൺ ഈസ് ലൈക്കൻസ്. ഓക്കെ, അപ്പോൾ RH വിറ്റാഗറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാത്ത 3 ഓർഗാനിസംസ് ആണ് വൈറസ്, ദെൻ വൈറോയിഡ്സ് ആൻഡ് ലൈക്കൻസ്.
അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് വൈറസ്. ദേ ആർ നോൺ സെല്ലുലാർ നോൺ സൈറ്റോപ്ലാസ്മിക് ഓർഗാനിസംസ്. അതായത് വൈറസുകൾ എന്ന് പറയുന്നത് നോൺ സെല്ലുലാർ ആണ്, അതായത് പ്രത്യേക സെൽസ് ഒന്നും ഈ ഒരു വൈറസിലില്ല. ആൻഡ് ദേ ആർ നോൺ സൈറ്റോപ്ലാസ്മിക് ഓർഗാനിസംസ്, അതായത് സൈറ്റോപ്ലാസം വൈറസുകളിൽ ആബ്സെന്റ് ആണ്. ദേ ആർ ഇൻഫെഷ്യസ് പാർട്ടിക്കിൾസ്, അതായത് പ്രധാനമായിട്ടും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസ് ആണ് വൈറസസ്. വൈറസസ് ആർ ഇൻഫെഷ്യസ് പാർട്ടിക്കിൾസ്. വൈറസ് എന്ന് പറയുന്ന ആ ഒരു ടേം വന്നിട്ടുള്ളത് ഒരു ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വൈറസ് എന്ന് പറയുന്ന ആ ഒരു ടേം വന്നിട്ടുള്ളത്. ഇറ്റ് മീൻസ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ്. വെനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാണ്. അപ്പോൾ വിഷം ഉള്ള അല്ലെങ്കിൽ ഒരു പോയ്സണസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്നുള്ള മീനിങ് ആണ് വൈറസ് എന്ന് പറയുന്ന ടേമിനുള്ളത്. ഓക്കെ, they have an inert crystalline structure. They have an inert crystalline structure and they can only replicate inside a host cell. അതായത് ഒരു ഹോസ്റ്റ് സെല്ലിൽ മാത്രമേ ഈ വൈറസുകൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ കോപ്പീസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ റെപ്ലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിയാണ്. അപ്പോൾ ഈ ഒരു വൈറസിൻ്റെ കോപ്പീസ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ധാരാളം വൈറസുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഹോസ്റ്റ് സെല്ല് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഇങ്ങനെ ഹോസ്റ്റ് സെല്ലിലേക്ക് വൈറസ് എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ റെപ്ലിക്കേഷൻ നടക്കില്ല. ഈ ഒരു വൈറസിൻ്റെ റെപ്ലിക്കേഷൻ അവിടെ നടക്കില്ല. ഓക്കെ, they can only replicate inside a host cell. ഓക്കെ, മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് ഇവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, viruses cannot be classified either a living organism or non-living. അതായത് വൈറസുകളെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണെന്നോ അല്ലെങ്കിൽ നോൺ ലിവിങ് ആണെന്നോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പലതവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വൈറസസ് cannot be classified either a living organism or non-living. Justify or why അല്ലെങ്കിൽ give reason എന്നുള്ള രീതിയിലൊക്കെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതേണ്ടതെന്ന് നോക്കാം. ബിക്കോസ് they possess certain defining characteristic features of living organisms and non-living entities. Because they possess certain defining characteristic features of living organisms and non-living entities. അതായത് വൈറസുകളിൽ ലിവിങ് ഓർഗാനിസംസിൽ കാണുന്ന ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിൽ കാണുന്ന ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ട്രൂലി ലിവിങ് ആണെന്ന് ഇവരെ പറയാൻ സാധിക്കാത്തത്. ഒരിക്കൽ കൂടി പറയാം, ലിവിങ് ഓർഗാനിസംസിൻ്റെ ചില ക്യാരക്ടേഴ്സ് വൈറസുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടേഴ്സും ഈ ഒരു വൈറസുകളിൽ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരെ നമുക്ക് പ്രത്യേകമായിട്ട് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളത് പറയാൻ സാധിക്കാത്തത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ലിവിങ് ഓർഗാനിസംസ് അവർക്ക് ജീവിക്കണമെങ്കിൽ ഫുഡ് എന്തായാലും ആവശ്യമാണ്. എന്നാൽ ഇവിടെ വൈറസുകൾക്ക് ഫുഡ് ആവശ്യമില്ല. ഓക്കെ, അവർ ജസ്റ്റ് അങ്ങനെ റെപ്ലിക്കാസ് ഫോം ചെയ്ത് പോവുകയുള്ളൂ. അവർക്ക് ഫുഡ് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അവിടെ അതൊരു നോൺ ലിവിങ് തിങ്ങിൻ്റെ ഒരു ക്യാരക്ടറായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ റെപ്ലിക്കാസ് ഫോം ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു ഹോസ്റ്റ് സെല്ലിൽ അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിൻ്റെ സെല്ലിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് റെപ്ലിക്കാസ് ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് they possess certain defining characteristic features of living organisms and non-living entities. അതായത് ട്രൂലി ലിവിങ് ഓർഗാനിസം ആയിട്ട് നമുക്ക് വൈറസുകളെ പറയാൻ സാധിക്കില്ല. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. ബിക്കോസ് ദേ കനോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ. അതായത് ഈ ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണെന്ന് പറയാൻ കാരണം ഇവർക്ക് ഹോസ്റ്റ് സെല്ലിൻ്റെ പുറമെ വെച്ചിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ദേ ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ബിക്കോസ് ദേ കനോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ. Viruses lack the required cellular machinery for replication. ഓക്കെ, അതായത് വൈറസുകൾക്ക്
സ്വന്തമായിട്ട് ഒരു സെല്ലുലാർ മെഷീനറി ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് മറ്റൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് റെപ്ലിക്കേഷൻസ് സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ റെപ്ലിക്ക ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ വൈറസുകൾക്ക് സ്വയം റെപ്ലിക്ക ഫോം ചെയ്യാനുള്ള ഒരു മെഷീനറി, സെല്ലുലാർ മെഷീനറി വൈറസുകളിൽ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ഹോസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് റെപ്ലിക്ക ഫോം ചെയ്യാൻ സാധിക്കൂ. അടുത്തതായിട്ട് പറയുന്നത് വൈറസ് എങ്ങനെയാണ് ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ റെപ്ലിക്കാസ് ഫോം ചെയ്യിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു വൈറസ് ഏത് രീതിയിലാണ് ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ റെപ്ലിക്കാസ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം പറയുന്നത് ബാക്ടീരിയോഫേജ് ആദ്യം ഹോസ്റ്റ് സെല്ലിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വൈറസ് തന്നെയാണ്. ഓക്കെ, ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ, അതായത് ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യിക്കുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. ഓക്കെ, വൈറസുകളാണ് ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസുകളാണ്, ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യിക്കുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബാക്ടീരിയോഫേജ് ഹോസ്റ്റ് സെല്ലിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വൈറസ് ആണ്, അത് അവിടെ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ഹോസ്റ്റ് സെല്ലിൽ. ഹോസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയകളുടെ സെല്ലിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ആ ഒരു വൈറസ് ബാക്ടീരിയയിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ദ വൈറൽ DNA enters the host cell. അതായത് ബാക്ടീരിയോഫേജിന്റെ അകത്തുള്ള വൈറൽ DNA ബാക്ടീരിയൽ സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ഹോസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്റ്റ് ചെയ്ത ബാക്ടീരിയ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ആ ഒരു വൈറസിന്റെ വൈറൽ DNA എൻ്റർ ചെയ്യുന്നു. ദെൻ റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ്. അതിനുശേഷം ആ ഒരു ഹോസ്റ്റ് സെല്ലിനകത്ത് വെച്ചിട്ട് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നു. ദെൻ ന്യൂ ഫേജ് പാർട്ടിക്കിൾസ് ആർ അസംബിൾഡ്. അതിനുശേഷം പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഫേജ് പാർട്ടിക്കിൾസ് എന്താവും? അസംബിൾ ചെയ്ത് നിൽക്കും. ദെൻ ദേ റിലീസ് ഫ്രം ദി ഹോസ്റ്റ് സെൽ. അതായത് ഹോസ്റ്റ് സെല്ലിനകത്ത് നിന്നും ഇത് പുറമേക്ക് റിലീസ് ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള വൈറസുകളുടെ റെപ്ലിക്കാസ് ഹോസ്റ്റ് സെല്ലിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്, ഹോസ്റ്റ് സെല്ല് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് നിന്നും പുറമേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം വൈറസുകൾ അതിൻ്റെ റെപ്ലിക്കാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഏറ്റവും ആദ്യം വൈറസ് വന്ന് ബാക്ടീരിയയിൽ അറ്റാച്ച് ചെയ്യുന്നു. ആ ഒരു വൈറസിനെ നമുക്ക് എന്ത് പറയാം? ബാക്ടീരിയോഫേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ആ ഒരു വൈറസ് ബാക്ടീരിയൽ സെല്ലിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ദ വൈറൽ DNA enters the host cell. ഇവിടെ വൈറൽ DNA എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ബാക്ടീരിയോഫേജിനകത്തുള്ള വൈറൽ DNA. ഓക്കെ, അത് എങ്ങോട്ട് എൻ്റർ ചെയ്യും? ബാക്ടീരിയ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യും. ദെൻ റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ ദി ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിനുള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ റെപ്ലിക്കാസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ന്യൂ ഫേജ് പാർട്ടിക്കിൾസ് ആർ അസംബിൾഡ്. ഇതിനുശേഷം എന്ത് സംഭവിക്കും? ന്യൂ ഫേജ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്യുന്നു. ദെൻ ദേ റിലീസ് ഫ്രം ദി ഹോസ്റ്റ് സെൽ. ഓക്കെ, ഹോസ്റ്റ് സെല്ലിനകത്ത് നിന്നും ഇത് പുറമേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹോസ്റ്റ് സെൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ വൈറസിന്റെ റെപ്ലിക്കാസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ദ ടേം വൈറസ് വാസ് കോയിൻഡ് ബൈ ലൂയിസ് പാസ്ചർ. അതായത് വൈറസ് എന്നുള്ള ആ ഒരു ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ലൂയിസ് പാസ്ചർ ആണ്. ഓക്കെ, ഇൻ 1892 DJ Ivanovsky found out that certain microbes cause tobacco mosaic disease in tobacco plant. അതായത് ടൊബാക്കോ പ്ലാന്റിൽ കാണുന്ന ഒരു ഡിസീസാണ് ടൊബാക്കോ മൊസൈക് ഡിസീസ്. അപ്പോൾ ഈ ഒരു ഡിസീസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ടെന്ന് 1892 DJ Ivanovsky കണ്ടെത്തി. ഇദ്ദേഹം ആ ഒരു പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ്, ഡിസീസുള്ള ആ ഒരു പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ് ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സിലൂടെ പാസ് ചെയ്ത സമയത്ത്, അതായത് അത്തരം ഫിൽറ്റേഴ്സിലൂടെ ആ എക്സ്ട്രാക്റ്റ് ഒഴിച്ച സമയത്ത് ഇദ്ദേഹം കണ്ടെത്തി ബാക്ടീരിയകളെക്കാളും ചെറുതായിട്ടുള്ള എന്തോ ഒരു മൈക്രോ ഓർഗാനിസമാണ് ഈ ഒരു ഡിസീസിന് കാരണമായിട്ടുള്ളതെന്ന് DJ Ivanovsky കണ്ടെത്തി. കാരണം ആ ഫിൽറ്റേഴ്സിലൂടെ ബാക്ടീരിയ ആണെങ്കിൽ ആ ഒരു ഫിൽറ്ററിൽ അത് തങ്ങി നിന്നിരുന്നു. എന്നാൽ അതല്ല,
താഴേക്ക് ആ ഒരു മൈക്രോബ് പാസ് ചെയ്ത് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്ടീരിയയെക്കാളും സൈസ് ചെറുതായിട്ടുള്ള എന്തോ ഒരു മൈക്രോബ് ഉണ്ടെന്നും ഇതാണ് ടൊബാക്കോ മൊസൈക്ക് ഡിസീസിന് കാരണമായിട്ടുള്ളതെന്നും DJ എവനോസ്കി കണ്ടെത്തി. ഓക്കെ, അത് വൈറസ് ആണോ എന്നുള്ള കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഇത് ബാക്ടീരിയയെക്കാളും സൈസ് ചെറുതായിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കണം. അതായത് നമ്മുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ 2 സയൻറ്റിസ്റ്റിൻ്റെ പേരും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. DJ എവനോസ്കി, ലൂയിസ് പാസ്ചർ, രണ്ടും 2 സയൻറ്റിസ്റ്റാണ്. In 1898, M.W. Bajering demonstrated that the extract of the infected plants of tobacco could cause infection in healthy plants and called the fluid as Contagium vivum fluidum. ഓക്കെ, അതിൻ്റെ മീനിങ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ 1898 M.W. ബേജറിംഗ് ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. എന്താ ഇദ്ദേഹം ചെയ്തതെന്ന് നോക്കാം. ഇദ്ദേഹം ഈ ഒരു മൊസൈക്ക് ഡിസീസ് ഉള്ള ടൊബാക്കോ പ്ലാന്റിൻ്റെ ആ ഒരു ഡിസീസ് ഉള്ള ഭാഗത്ത് നിന്നും കുറച്ച് എക്സ്ട്രാക്റ്റ് എടുത്തു. ഓക്കെ, അവിടെ നിന്നും കുറച്ച് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ഫ്ലൂയിഡൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ഇദ്ദേഹം എടുത്തു. എന്നിട്ട് ഇത് അസുഖമൊന്നും ഇല്ലാത്ത മറ്റൊരു പ്ലാന്റിലേക്ക് ഇത് ഇൻജെക്റ്റ് ചെയ്തു. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യാണ് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു പ്ലാന്റിനും ഈ ഒരു മൊസൈക്ക് ഡിസീസ് വരുന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ in 1898, M.W. Bajering demonstrated that the extract of the infected plants of tobacco could cause infection in healthy plants and called the fluid as Contagium vivum fluidum. It means infectious living fluid. In 1935, W.M. Stanley showed that viruses could be crystallized and crystals consist largely of proteins and they are inert outside their specific host cell. In 1935, W.M. Stanley showed that viruses could be crystallized. അതായത് വൈറസുകളിലെ ക്രിസ്റ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് W.M. സ്റ്റാൻലി കണ്ടുപിടിച്ചു. അതായത് വൈറസുകൾക്ക് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണുള്ളതെന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചു. അത് മാത്രമല്ല, വൈറസുകൾ ഹോസ്റ്റ് സെല്ലിൻ്റെ പുറമേ ആണെങ്കിൽ അവർ ഇനേർട്ട് ആയിരിക്കുമെന്നും W.M. സ്റ്റാൻലി കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി പറയാം. W.M. സ്റ്റാൻലി in 1935 showed that the viruses could be crystallized and the crystals consist largely of proteins. ആ ക്രിസ്റ്റൽസിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് പ്രോട്ടീൻസ് ആണ്. And the viruses are inert outside the host cell. അതായത് ഹോസ്റ്റ് സെല്ലിൻ്റെ പുറമേ ആണെങ്കിൽ വൈറസുകൾ ഇനേർട്ട് ആയിരിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് വൈറസസ്. അടുത്തതായിട്ട് പറയുന്നത് വൈറസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, സ്മോളർ ഇൻ സൈസ് ആണ് നമുക്കറിയാം. അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് വൈറസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്മോളർ ഇൻ സൈസ് ആണ്. 30 to 50 നാനോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, then virus is a nucleoprotein. Virus is a nucleoprotein. Virus എന്ന് പറയുന്നത് ഒരു nucleoprotein ആണ്. Nucleoprotein means combination of nucleic acid and protein. അതായത് ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? DNA or RNA. ഓക്കെ, ഒരു വൈറസിൽ രണ്ടും കൂടി ഒരുമിച്ചുണ്ടാവില്ല. അതായത് ഒന്നെങ്കിൽ DNA ഉണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ RNA ഉണ്ടായിരിക്കും. ഓക്കെ, വൈറസിൽ DNAയും RNAയും ഒരുമിച്ചുണ്ടാവില്ല. ഒന്നെങ്കിൽ RNA ആയിരിക്കും ഉണ്ടാവുക, അല്ല എന്നുണ്ടെങ്കിൽ DNA ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വൈറസസ് ആർ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയോ പ്രോട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? DNA ഓർ RNA. രണ്ടും ഒരുമിച്ച് വരില്ല. DNAയോ RNA ആയിരിക്കും ന്യൂക്ലിക് ആസിഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ് ഈ ഒരു വൈറസിനെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്നത്.
ഓക്കെ, ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? ഒന്നെങ്കിൽ DNA ആവാം, അല്ലെങ്കിൽ RNA ആവാം. ചില വൈറസുകളിൽ DNA ആണ് ഉണ്ടാവുക, ചില വൈറസുകളിൽ RNA ആണ് ഉണ്ടാവുക. അപ്പോൾ RNA ആണ് ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റിട്രോ വൈറസ് എന്നുകൂടി പറയും. ഓക്കെ, റിട്രോ വൈറസ് എന്നുകൂടി പറയും. നമ്മുടെ കൊറോണ വൈറസ് ഒക്കെ എന്താണ്? റിട്രോ വൈറസ് ആണ്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. ഓക്കെ, എന്നാൽ ചില വൈറസുകളിൽ DNA ആയിരിക്കും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വൈറസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്, ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA അല്ലെങ്കിൽ RNA ആയിരിക്കും. അപ്പോൾ അതെന്താണ്? ഇൻഫെക്ഷ്യസ് ആണ്. ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ഏതോ DNA ഓർ RNA, അതായത് ഒരുമിച്ച് വരില്ല. ഒന്നെങ്കിൽ DNA വരും, അല്ലെങ്കിൽ RNA ആയിരിക്കും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ആൻഡ് ദേ ലാക്ക് സെൽ വോൾ. വൈറസിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. എന്നാൽ അതിന് പകരമായിട്ട് കാണുന്നത് however they are surrounded by a protein coat called capsid. ഇമ്പോർട്ടൻ്റ് ആണ്. വൈറസിൽ സെൽ വോൾ ഇല്ല. വൈറസിൽ സെൽ വോൾ ഇല്ല. അതിന് പകരമായിട്ട് കാണുന്ന ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. സെൽ വോളിന് പകരം പുറമേ ആയിട്ട് കാണുന്നത് പ്രോട്ടീൻ കോട്ടാണ്. അതിനെ പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് ക്യാപ്സിഡ്. അടുത്ത പോയിന്റ് നോക്കാം. ക്യാപ്സിഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്യാപ്സോമിയേഴ്സ്. അതായത് ധാരാളം ക്യാപ്സോമിയേഴ്സ് കൂടി ചേർന്നിട്ടാണ് ക്യാപ്സിഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. Okay, capsids are made up of capsomeres which protect the nucleic acids. ഇത് ന്യൂക്ലിക് ആസിഡിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. അപ്പോൾ ആ ഒരു ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ കാണിച്ചിട്ടുണ്ട് ക്യാപ്സിഡ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, പുറമേ കാണുന്ന ആ ഒരു ഭാഗത്തെയാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അതിനുള്ളിലായിട്ട് എന്തുണ്ട്? ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാപ്സിഡ് നിർമ്മിച്ചിട്ടുള്ളത് സ്മോളർ സബ് യൂണിറ്റ്സ് ഓഫ് ക്യാപ്സോമിയേഴ്സ് കൊണ്ടാണ്. അതായത് ക്യാപ്സോമിയേഴ്സ് കൂടി ചേർന്നിട്ടാണ് ക്യാപ്സിഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തായിട്ട് എന്ത് കാണാൻ സാധിക്കും? ന്യൂക്ലിക് ആസിഡ്സ് കാണാൻ സാധിക്കും. ക്യാപ്സോമിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജോമെട്രിക് ഫോംസ്. അതായത് 2 രീതിയിൽ ഈ ഒരു ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഹെലിക്കൽ ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഫോമിലായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ പോളിഹെഡ്രൽ ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഫോമിലായിരിക്കും ഈ ഒരു ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണോ ക്യാപ്സോമിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈറസിൻ്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, വൈറസസ് ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റ്സ് ആർ സിംഗിൾ സ്ട്രാൻഡഡ് RNA. അതായത് വൈറസുകൾ പ്ലാന്റ്സിനെയും ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ആനിമൽസിനെയും ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. സാധാരണയായിട്ട് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളിൽ കാണുന്നത്, പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA. എന്നാൽ ആനിമൽസിൻ്റെ കേസിലോ, ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളിൽ കാണുന്നത് സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA. സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാറുണ്ട്, ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാറുണ്ട്, ഡബിൾ സ്ട്രാൻഡഡ് DNAയും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളിലെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. എന്നാൽ ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് 3 തരത്തിൽ വരാറുണ്ട്. അതായത് ഒന്നെങ്കിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA വരാം, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA വരാം, അല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNAയും വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി പറയാം. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. ഇത് ശരിക്കും പറഞ്ഞാൽ വൈറസ് ആണ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വൈറസ് ആണ്. എങ്ങനെയുള്ള വൈറസ് ആണ്? ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യിക്കുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജസ്. ഓക്കെ, ദേ ആർ യൂഷ്വലി ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസസ്. അതായത് ബാക്ടീരിയോഫേജസ് ആർ യൂഷ്വലി ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസസ്. ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ, ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്.
ഓക്കെ, അപ്പോൾ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. നെക്സ്റ്റ് ഈസ് വൈറൽ ഡിസീസസ്. അതായത് നമുക്കറിയാം വൈറസുകൾ പലതരത്തിലുള്ള അസുഖങ്ങൾ ആനിമൽസിലാണെങ്കിലും പ്ലാന്റ്സിലാണെങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതിൽ കോമൺ ആയിട്ട് കുറച്ച് ആനിമൽസിൽ കാണുന്ന കുറച്ച് വൈറൽ ഡിസീസുകളാണ് ആദ്യം പറയുന്നത്. മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പസ്, എയ്ഡ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? വൈറൽ ഡിസീസുകളാണ്. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം HIV എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് ആണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്, അല്ലേ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ഇതാണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. ഇനി പ്ലാന്റ്സിലാണ് ഈ ഒരു വൈറൽ അറ്റാക്ക് ഉണ്ടായതെങ്കിൽ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് എക്സാമിന് ചോദിക്കാറുണ്ട്, വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുമ്പോൾ പ്ലാന്റ്സിൽ കാണുന്ന സിംറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. വിച്ച് ആർ ദ സിംറ്റംസ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻസ് ഇൻ പ്ലാന്റ്സ്? അതായത് പ്ലാന്റ്സിലുള്ള വൈറൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ഏതൊക്കെയാണ്, ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് മൊസൈക് ഫോമേഷൻ. മൊസൈക് ഫോമേഷൻ എന്ന് പറഞ്ഞാൽ ലീവ്സിലൊക്കെ പല കളേഴ്സ് ആയിട്ട് മാറാം. ലീവ്സ് ഒരു ലീഫ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പല ഭാഗങ്ങളിലും പല കളേഴ്സ് കാണാം. അതിനാണ് മൊസൈക് ഫോമേഷൻ എന്ന് പറയുന്നത്. ദെൻ ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, ഇല ചുരുണ്ടു പോകുന്ന ആ ഒരു അവസ്ഥയാണ്. ദെൻ യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ഡാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥ. ഓക്കെ, ഡാർഫിംഗ് എന്ന് പറഞ്ഞാൽ അധികം ഉയരമില്ലാതെ ആ ഒരു പ്ലാന്റിന്റെ വളർച്ച സ്റ്റണ്ടഡ് ആയി നിൽക്കുന്ന അവസ്ഥയാണ് ഡാർഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിംറ്റംസ് ആണ് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിൽ കാണുന്നത്. വൈറസുകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് വൈറോയിഡ്സ്. ഓക്കെ, വൈറോയിഡ്സ് ആർ സ്മോളർ ദാൻ വൈറസസ്. അതായത് വൈറോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ സ്മോളർ ദാൻ വൈറസസ്. വൈറസിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ആണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ദേ കണ്ടെയ്ൻസ് ഓൺലി ജനറ്റിക് മെറ്റീരിയൽ RNA വിതൗട്ട് പ്രോട്ടീൻ കോഡ്. അതായത് വൈറോയിഡ്സിൽ RNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് ഉള്ളത്. പ്രോട്ടീൻ കോട്ട് ആബ്സെന്റ് ആയിരിക്കും. വൈറോയിഡ്സിൽ RNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് കാണുന്നത്. അവിടെ എന്തില്ല? പ്രോട്ടീൻ കോട്ട് ഇല്ല. ദെൻ ഇറ്റ് വാസ് ഐസൊലേറ്റഡ് ബൈ T.O. Diner. T.O. Diner എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് വൈറോയിഡ്സിനെ ഐസൊലേറ്റ് ചെയ്തത്. ദെൻ ഇറ്റ് കോസ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. അതായത് വൈറോയിഡ്സ് ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങിൽ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഡിസീസിന്റെ പേരാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് അഥവാ PSTD. അപ്പോൾ ഈ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നോർമലി പൊട്ടറ്റോയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് പൊട്ടറ്റോയ്ക്കുള്ളത്, അല്ലേ? എന്നാൽ ഈ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്പിൻഡിൽ ഷേപ്പായിട്ട് മാറും. പൊട്ടറ്റോയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്പിൻഡിൽ ഷേപ്പായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് വൈറോയിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരിക്കൽ കൂടി പറയാം, ദേ ആർ സ്മോളർ ദാൻ വൈറസസ് ആൻഡ് ദേ കണ്ടെയ്ൻ ഓൺലി ജനറ്റിക് മെറ്റീരിയൽ RNA. RNA മാത്രമാണ് വൈറോയിഡ്സിൽ കാണുന്നത്. ദ പ്രോട്ടീൻ കോഡ് ഈസ് ആബ്സെന്റ് ഇൻ വൈറോയിഡ്സ്. പ്രോട്ടീൻ കോഡ് ആബ്സെന്റ് ആയിരിക്കും. ഇറ്റ് വാസ് ഐസൊലേറ്റഡ് ബൈ T.O. Diner. T.O. Diner എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് വൈറോയിഡ്സിനെ ഐസൊലേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് കോസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. അതായത് വൈറോയിഡ്സ് പൊട്ടറ്റോയിൽ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഡിസീസിന്റെ പേര് ഓർത്ത് വെക്കണം, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്നാണ്, PSTD. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറോയിഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി പറയുന്നത് ലൈക്കൻസ്. ലൈക്കൻസ് ആർ ദി സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. അതായത് ആൽഗയും ഫംഗയും കൂടി ചേർന്നിട്ടുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കാരണം ഈ ഒരു ആൽഗയും ഫംഗയും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ട് ഇൻഡിവിജ്വൽസിനും ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആൽഗയ്ക്കും ഫംഗയ്ക്കും ഒരുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഉണ്ട്.
ഓക്കെ, അതുകൊണ്ടാണ് അതിനെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് ഓർഗാനിസംസിനും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ആൽഗൽ പാർട്ട് ഈസ് കോൾഡ് ആസ് ഫൈക്കോബയോണ്ട് ആൻഡ് ദി ഫംഗൽ പാർട്ട് ഈസ് കോൾഡ് ആസ് മൈക്കോബയോണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഒരു ലൈക്കൺ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും, ആൽഗൽ പാർട്ടും ഫംഗൽ പാർട്ടും. ഓക്കെ, ഇതിൽ ആൽഗൽ പാർട്ടിനെ ഫൈക്കോബയോണ്ട് എന്ന് പറയാം, ഫംഗൽ പാർട്ടിനെ മൈക്കോബയോണ്ട് എന്ന് പറയാം. ഇനി ഇതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നതെന്ന് നോക്കാം. ആൽഗെ എന്ന് പറയുന്നതിന് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ആൽഗയ്ക്ക് എന്തുണ്ട്? ആഹാരം സ്വയം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ഫംഗസുകൾക്ക് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഫംഗസുകൾ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് ഈ ആൽഗയ്ക്ക് കൊടുക്കും. എന്നിട്ട് ആൽഗെ ഈ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഫംഗസുകൾ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് ആൽഗയ്ക്ക് കൊടുക്കും. ആൽഗയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ആർക്ക് കൂടി കൊടുക്കും? ഫംഗസുകൾക്ക് കൂടി കൊടുക്കും. ഓക്കെ, ദെൻ ഇതേ സമയം ഫംഗസ് ആൽഗകൾക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ലൈക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗി. The algal part is called as phycobiont and the fungal part is called as mycobiont. ഓക്കെ, അപ്പോൾ ഇതിന് ബെനിഫിറ്റ്സ് വരുന്നത് ആൽഗെ ദേ പ്രിപ്പയർ ഫുഡ്, അതായത് ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ഫംഗസുകൾക്ക് കൊടുക്കുന്നു. ഫംഗസ് എന്ത് ചെയ്യുന്നു? ഫുഡിന്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? ആൽഗയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൽഗകൾക്ക് ആവശ്യമായ ഷെൽട്ടറും ഈ ഒരു ഫംഗസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ അസ്നിയാണ് ലൈക്കൺ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ദേ ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ലൈക്കൺസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാനുള്ള കാരണം, ഈ ഒരു ലൈക്കൺസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഒരിക്കലും കാണില്ല. നല്ല വൃത്തിയുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ പൊല്യൂഷൻ ഒട്ടുമില്ലാത്ത ഏരിയകളിൽ മാത്രമാണ് ഈ ഒരു ലൈക്കൺസ് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളിൽ എന്ത് കാണില്ല? ഈ ഒരു ലൈക്കൺസിനെ കാണാൻ സാധിക്കില്ല. നല്ല പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഏരിയകളിലാണ് ഈ ഒരു ലൈക്കണിനെ കാണാൻ സാധിക്കുള്ളൂ. സോ ദേ ആർ ദി പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് അതുകൊണ്ട് തന്നെ ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ലൈക്കൺസിനെ പറയാൻ സാധിക്കും. അതായത് ഒരു ഏരിയയിൽ ധാരാളം ലൈക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അവിടെ എന്തില്ല? പൊല്യൂഷൻ ഇല്ല എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.